ഇനി നമുക്ക് നമ്മുടെ അതിഥിയിലേക്ക് പോകാം. ഫിറ്റ്നസ്, ന്യൂട്രിഷൻ, ഇമോഷണൽ വെൽബീയിങ്, ഈ 3 കാര്യങ്ങളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? ഇതെല്ലാം ഒരിടത്തു നിന്ന് കിട്ടിയാലോ? SR ഫിറ്റ് ലൈഫ് എന്ന സംരംഭത്തിലൂടെ നിരവധി സ്ത്രീകളുടെ ജീവിതം മാറ്റാൻ സാധിച്ച രശ്മി പൊള്ളിയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. രശ്മി, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മാനസിക വിഷമങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയിട്ട് സ്വന്തം നിലനിൽപ്പ് കണ്ടെത്തുകയും പാഷനായി തുടങ്ങുകയും പിന്നെ അത് പ്രൊഫഷനാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 2 വശമുണ്ട് ഇതിന് അല്ലേ? സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് രശ്മിയെ പോലെ ആകാം, ഒപ്പം നമ്മളെ കേൾക്കാൻ ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തുണയായിട്ട് രശ്മി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ കഥ നമുക്കൊന്ന് കേട്ടാലോ? രശ്മി പറഞ്ഞോളൂ. എന്തായാലും ഒത്തിരി നന്ദി ന്യൂസ് 18ലേക്ക് എന്നെ ക്ഷണിച്ചതിന്. SR ഫിറ്റ് ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു നേരമ്പോക്ക് തന്നെയായിരുന്നു. ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സർക്കിൾ ഫോം ചെയ്തു. അവിടെ എന്റെ ഫ്രണ്ട്സിന് വേണ്ടി മാത്രമായിട്ട് ഡയറ്റ്, അവരെ കേൾക്കാൻ, അവരെ എന്താ പറയാ, അവരെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ, കോൺഫിഡന്റ് ആക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയ ഒരു ഫ്രെയിം ആണ്. പക്ഷെ അങ്ങനെ കേട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ മാത്രമല്ല എന്റെ ചുറ്റിലുള്ള പലരും ഇതിനേക്കാൾ വലിയ അവസ്ഥയിലാണ്. ഒന്ന് വീട്ടുകാരുടെ മുമ്പിൽ പോലും നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഇവർ വരുന്നത്. അപ്പൊ അവര് വരുമ്പോ അവർക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ടാണെങ്കിൽ പോലും അവരെ കുറച്ചു നേരം ഒന്ന് കേട്ടിരിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നായിരിക്കും അവർ വരുന്നത്. അതുപോലെ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് വരെ മുതിർന്ന സ്ത്രീകളുണ്ട് ഈ കൂട്ടത്തില്. അതും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടവർ തന്നെയാണ്. അവിടുന്ന് SR ഫിറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് ഒത്തിരി സ്ട്രഗിൾസ് ആയിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ് 5 മാസമുള്ള കുഞ്ഞിനെ വെച്ചിട്ടാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എന്റെ കുഞ്ഞിന് 3.5 വയസ്സായി. അത് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. രശ്മിയുടെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, ഞാൻ ഒരു ജിം ട്രെയിനർ ഒന്നും അല്ല അല്ലെ, ഫിസിക്കൽ ട്രെയിനർ ഒന്നും അല്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ സത്യം പറഞ്ഞാൽ പറയാൻ കഴിയില്ല. എല്ലാം ആണ് എന്ന് പറയാം. ഒരാളുടെ വെൽനെസ് എന്ന് പറയുന്നതിന് എല്ലാം കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ അവരെ കേൾക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, രശ്മിയുടെ കഥ പറഞ്ഞിട്ടാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഥയൊന്ന് പറയാമോ? ഇടയ്ക്കൊരു ആക്സിഡന്റും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ, ആക്സിഡന്റിന്റെ കഥ ആദ്യം പറയാം. 2014 ഞാൻ നെല്ലിപ്പാളയം വെച്ചിട്ട് എനിക്കൊരു കാർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. എന്റെ റൈറ്റ് സൈഡ് ഫുള്ള് ഡാമേജ്ഡ് ആണ്. ബ്രെയിൻ ഹെമറേജ് ഉണ്ടായിരുന്നു, താടിയെല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ക്ലാവിക്കിൽ ഒഴിഞ്ഞു, നെക്കിന് ചെറിയ പരിക്കുണ്ടായിരുന്നു, സ്പൈൻ, തൊടയെല്ല്, മുട്ട്, റൈറ്റ് സൈഡ് ഫുള്ള് പോക്കായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയതും. അവിടുന്ന് ഒരു കുഞ്ഞെങ്ങനെയാണോ പിച്ച് വെച്ച് നടക്കുന്നത് അതേ രീതിയിൽ ഞാൻ പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ, നിവർന്ന് കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതിനെല്ലാം ചലഞ്ച് ചെയ്തിട്ടാണ് ഞാനിപ്പോ ഈ ലെവലിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ഇപ്പോ വെയിറ്റ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫിറ്റ്നസ് ആണ്, എനിക്ക് ഇരുന്നിട്ട് ഒന്ന് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ലേഡീസ് ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറയും, എന്റെ ബോഡിയിൽ കണ്ട് ഇവിടെ സ്ക്രൂ ഉണ്ട്, അവിടെ വാച്ചെടുക്കാണ്, ഇവിടെ പച്ചെടുക്കാൻ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ അറിയോ എന്റെ ഒക്കെ എന്ത് നിസ്സാരാണ്, ഞാനൊക്കെ എത്ര ചെറുതാണ്, ഇത്രയും വലിയൊരു ആക്സിഡന്റ് പറ്റി, അതിൽ നിന്ന് എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ, നിങ്ങൾക്ക് എന്തായാലും പറ്റും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് മോട്ടിവേറ്റ് ആയി നിന്നാൽ മതി, ബാക്കി പുഷ് ഞാൻ തന്നോളാം. ഈ ഒരു വാക്കിലാണ് കൺസൾട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവർ നമ്മുടെ ട്രാക്കിലേക്ക് എത്തും. അപ്പൊ നമുക്ക് അവരെ നല്ല രീതിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ലേഡീസിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഡിപ്രഷൻ. കുട്ടിയുടെ കരയുന്ന ശബ്ദം പോലും അവർക്ക് കേൾക്കാൻ പറ്റില്ല. ആ ലെവലിൽ നിന്ന് സൂയിസൈഡ് ചെയ്യാൻ റെഡിയായി നിന്നിരിക്കുന്ന സമയത്ത് പോലും ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജിൽ നിന്നാണ് അവർ എന്നിലേക്ക് എത്തിപ്പെടുന്നത്. അത് വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്. എന്റെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ എന്റെ ഒരു ജേണിയിൽ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് ഒരാളുടെ ജീവൻ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത്. ഒരാളുടെ അല്ല, പലരുടെയും ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ട്.
വലിയ സന്തോഷം കേൾക്കുമ്പോൾ. കാരണം ഞാൻ നേരത്തെ ഈ ഒരു രണ്ട് കഥകളാണ്. ഒന്ന് സംരംഭക എന്ന രീതിയിലുള്ള കഥ, മറ്റൊന്നൊരു പോരാട്ടത്തിൻ്റെ കഥ. അപ്പോൾ ഇത് രണ്ടും ആളുകൾക്ക് എന്താണ് മാതൃകയാക്കാവുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് വലിയൊരു ഫിറ്റ്നസ് സെൻറ്റർ ഇടുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോവുകയോ ചെയ്ത് വീട്ടിലെ ഒരു മുറി മാത്രമാണ് രശ്മി അങ്ങനെ ആക്കുന്നത്. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നിരവധി ആളുകളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉള്ളത് ക്ലയൻസ്? ഇന്ത്യയിലുണ്ട്, സൗദി, ദുബായ്, ഖത്തർ, കാനഡ, UK, ഓസ്ട്രേലിയ, പല രാജ്യങ്ങളും പല സമയമാണ്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരു അളവിൽ ഈ രാജ്യങ്ങളെല്ലാം കൂടി കൊരട്ടിയിലേക്ക് വരും അല്ലേ, പല സമയങ്ങളായി. എത്തും. മറ്റൊന്നതാണ്. അതെ എല്ലാവരും. അതെ 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 പറയൂ. അപ്പൊ ഇങ്ങനൊരു നമ്മൾ ഇഷ്ടപ്പെടുന്ന അത് സംഭവം ഒന്ന് ജോലിയാക്കുക അല്ലെങ്കിൽ പ്രൊഫഷൻ ആക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. അപ്പൊ ആദ്യം ഈ ആശയം പറഞ്ഞപ്പോ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നോ? കുഞ്ഞിനെ വെച്ച് ഒരു ജോലിക്ക് പോവാ. ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, നല്ലൊരു ജോബ് ഉണ്ട്. പക്ഷെ കുഞ്ഞിനെ നോക്കാൻ ആളില്ല, കുഞ്ഞിനെ കെയർ ചെയ്യാൻ ആളില്ല. വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവർക്ക് ഒറ്റയ്ക്ക് ആവൂല. ആ ഒരു സ്ഥിതിയിലായിരുന്നു. അവിടുന്നാണ് ഞാൻ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്. എന്റെ കുഞ്ഞും എന്റെ പാരന്റ്സും എന്റെ ഹസ്ബൻഡും വളരെ സപ്പോർട്ടീവ് ആണ്. എസ്പെഷ്യലി ഞാൻ നന്ദി പറയുന്നത് എന്റെ കുഞ്ഞിനോടാണ്. എന്റെ വർക്കൗട്ട് സെഷൻ ഒരു ദിവസം ഒരു സെഷൻ മുടങ്ങിയാൽ ആ കുഞ്ഞ് എന്നോട് ചോദിക്കും, അമ്മ ഇന്നെന്താ സെഷൻ ഇല്ലേ, ഇന്ന് വർക്കൗട്ട് ഇല്ലേ? ആ ലെവലിലേക്ക് എന്റെ കുഞ്ഞ് വരെ ചിന്തിച്ചു തുടങ്ങി. അതെന്റെ ഒരു വലിയൊരു വിജയം തന്നെയാണ്. അതുപോലെയാണ് ഏജ് അല്ലേ, പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകൾ വരുന്നു എന്നുള്ളതാണ് ഒരു വലിയ സന്തോഷം. നേരത്തെ പറഞ്ഞു ക്ലയൻസ് 18 മുതൽ 60, 65, 70 വയസ്സുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അവരെയൊക്കെ എങ്ങനെയാണ്? 13 വയസ്സായ ഒരു കുട്ടിയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വയസ്സൊരു മാറ്ററേ അല്ല. 60-കാരിക്ക് 16-കാരി ആവാനും 10 വയസ്സുകാരിക്ക് കുഞ്ഞാവാനും ഇവിടെ സാധ്യമാണ്. രശ്മി, എങ്ങനെയാ അവരെ ഈ പറഞ്ഞ പോലെ എല്ലാം കൊടുക്കണമല്ലോ, അതായത് അവരെ കേൾക്കണം, അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം. അതിനുശേഷം എങ്ങനെയാണ് അവരെ ആ റൂട്ടിലേക്ക് കൊണ്ടുവരുന്നത്? കഥ പറയും, രശ്മിയുടെ കഥ പറഞ്ഞു കഴിയുമ്പോൾ അവർ ഓക്കെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു വരും. അതിനുശേഷം എങ്ങനെയാണ് ഫിസിക്കൽ മെന്റലി അവരെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത്? പിന്നെ അവരെ കംഫർട്ട് സോണിലേക്ക് എത്തിക്കാന്നാണ്. കാരണം അവര് വരുമ്പോ ചിലപ്പോ വീട്ടിലെ നൈറ്റി ആയിരിക്കാം, വീട്ടിലെ ചുരിദാർ ആയിരിക്കാം. ആ ഒരു ലെവലിൽ നിന്ന് ഒരു ടീഷർട്ട്, ഒരു ട്രാക്ക് ഇടുന്ന ലെവലിലേക്ക് എനിക്ക് എത്തിക്കണം. അത് വല്ലാത്തൊരു ചലഞ്ചിങ് തന്നെയാണ്. അവിടെ എത്തിക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവർ തന്നെ ചെയ്യും. ആ ഒരു ലെവലാണ്. അപ്പൊ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് അവരെ മെരുക്കി അവർക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാത്തതൊന്നും ഞാൻ തരില്ല, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കുള്ളൂ എന്നുള്ള ലെവലില് ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജില് ഫസ്റ്റ് ലെവൽ ഫേസിൽ നമ്മൾ കുറക്കുന്നത് കുറച്ച് കാർഡിയോ, കുറച്ച് വെയിറ്റ്, ബോഡി വെയിറ്റിനെ തന്നെ അവര് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെത്തിക്കും. അവിടുന്ന് അടുത്ത ഫേസിലേക്ക് അവര് പോലും അറിയില്ല ഞങ്ങൾ ഇത്രയും 1 കിലോ ഉള്ള കുഞ്ഞിനെ നമ്മൾ എത്രയോ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് നടക്കുന്നേ. പക്ഷെ 1 കിലോ ഡംബൽ എടുത്ത് ലെറ്ററൈസ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ 1 കിലോ 20 കിലോയിലേക്ക് എത്തുന്നത് അവര് പോലും അറിയുന്നില്ല. ആ ലെവലിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അവരെ ഓരോ ഫേസ് ആയിട്ട് അവര് പോലും അറിയാത്ത രീതിയിൽ അവരെ ഒരു ഫേസ് ആയിട്ട് ലെവലിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഡയറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രശ്മി? ഡയറ്റ് കഠിനമായിട്ടുള്ള ഡയറ്റ് ഒക്കെ ആണോ? ഒരു ഡയറ്റും ഇല്ല. നമ്മൾ കഴിക്കേണ്ട രീതി പറഞ്ഞു കൊടുത്തും ഒരു പ്ലേറ്റ് എടുത്താൽ അതിൽ ഇത്ര പോർഷൻ പ്രോട്ടീൻ ആയിരിക്കണം, ഇത്ര പോർഷൻ കാർബ്സ് ആയിരിക്കണം, ഇത്ര പോർഷൻ ഫൈബർ ആയിരിക്കണം. നിങ്ങൾക്ക് ക്രേവിങ്സ് കൂടുതൽ തോന്നുകയാണ്, ഷുഗർ പേഷ്യൻസിന് നല്ല ക്രേവിങ്സ് ഉണ്ടാവും, ഷുഗറിനോട് ക്രേവിങ്സ് കൂടുതൽ തോന്നുകയാണെങ്കിൽ ലിറ്റിൽ ബിറ്റ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് കഴിച്ചോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രേവിങ്സിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രേവിങ്സ് നമ്മളെ അധികം കലോറിയിലേക്ക് കൊണ്ടുപോവുക. കൂടുതൽ കലോറി ഇൻടേക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ഫാറ്റ് ആയിട്ട് വീണ്ടും ഡെപ്പോസിറ്റ് ആവും. അപ്പൊ നമ്മൾ ചെയ്ത പണി അവിടെ വളരെ വളരെ വ്യർത്ഥമല്ലാത്ത രീതിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ അവർക്ക് ബിരിയാണി കഴിക്കണോ, ബിരിയാണി കഴിച്ചോ, ജിലേബി കഴിച്ചോ, ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് എല്ലാവരെയും ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും ഡയറ്റ് കൊടുക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ടൈമില് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച് ഇഷ്ടമുള്ള രീതിയിൽ വെയിറ്റ് കുറയ്ക്കാന്നാണ് ഞാൻ ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഓക്കെ, രശ്മിയുടെ പ്രൊഫൈലിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തോന്നിയത്, നമ്മൾ ഈ ജിം എന്ന് പറയുമ്പോൾ നാട്ടിൻപുറത്തുകാർക്ക് പെണ്ണുങ്ങൾ ജിമ്മിൽ പോകുന്നോ എന്നൊരു ചോദ്യം വരുന്നവരുണ്ട്. ആ ചോദ്യത്തെ മറികടക്കാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വലിയൊരു അനുഗ്രഹമാണ് രശ്മി എന്ന് കേട്ടു. അതിനെക്കുറിച്ച് കൂടി പറയാമോ? ശരിയാണ്. നാട്ടിൻപുറത്ത് നമ്മൾ പെണ്ണുങ്ങൾ ട്രാക്ക് ഇട്ട് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പോർട്സ് വെയറിൽ പുറത്തോട്ട് എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരപ്പോ ചോദിക്കും, ഇവരെന്തിനാ ജിമ്മിൽ പോണേ, വീട്ടിലെ പണി എടുത്താ പോരെ, നല്ലപോലെ വെള്ളം കോരിയാ പോരെ, നല്ലപോലെ വിറക് വെട്ടിയാ പോരെ.
ഈ പണി തന്നെയല്ലേ ഈ പെണ്ണുങ്ങൾ ഇത്രയും വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവിടെയും പരാജയപ്പെട്ടത് കൊണ്ടല്ല അവർ ജിമ്മിലേക്ക് എത്തുന്നത്. ഇതിനൊന്ന് മാറ്റി ചിന്തിക്കാൻ നമ്മൾ എന്നാണോ റെഡിയാവുന്നത് അന്നാണ് ഈ ചോദ്യം ഇല്ലാതാവുള്ളൂ. നമ്മൾ വിറക് കെട്ടുന്ന പോലെയല്ല ജിമ്മിൽ വന്ന് ഒരു ഡമ്പൽ എടുത്ത് ചെയ്യുന്നതും ഒരു ബോഡി സ്ക്വാട്ട് ചെയ്യുന്നതും. അതും രണ്ടും രണ്ട് രീതിയിലാണ്. അത് വന്നു കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, ശരിയാണ് ഞാൻ പണിയെടുത്തുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഞാൻ ഇതേപോലുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത് എന്റെ ബോഡിക്ക്. നമ്മൾ കൊടുക്കേണ്ടത് ബോഡിനെ ദ്രോഹിക്കലാണ് വീട്ടിൽ പണി എടുപ്പിക്കാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളോട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കൊടുക്കേണ്ടത് ബോഡിക്ക് ബോഡിതായ രീതിയിൽ ഉള്ള ആ ഒരു വേവ് ലെങ്ത് വരുന്നുണ്ട് ബോഡി അസസ്മെന്റ് കഴിയുമ്പോൾ. ആ ലെങ്ത്തിന് എത്തുന്ന രീതിയിലാണ് വർക്കൗട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ വീട്ടിലെ പണി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫാറ്റ് ലോസോ വെയിറ്റ് ലോസോ ഉണ്ടാവില്ല. രശ്മിക്ക് ഈ ഇത്രയും നാളുകളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒരു അനുഭവം എന്തായിരിക്കും? ആരുടെയെങ്കിലും ഒരു റിസൾട്ട് താങ്കളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചത്, അതൊന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് റിസൾട്ട് ഉണ്ട്. പക്ഷെ അതിലെനിക്ക് ഏറ്റവും എടുത്ത് പറയാൻ പറ്റേണ്ടത് നമ്മുടെ സർക്കിളിൽ തന്നെ, നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കപ്പിൾസ്. അവര് വർഷങ്ങളായിട്ട് കുട്ടികളെ വേണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന കപ്പിൾസ് ആയിരുന്നു. പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ PCOD ഒരു വില്ലനായിട്ട് അവിടെ നിന്നിരുന്നു. ആ PCODനെ എനിക്ക് ഡയറ്റ് കൊണ്ടും വർക്കൗട്ട് കൊണ്ടും ഇല്ലാതാക്കാനും സർപ്രൈസ് ആവുന്ന രീതിയിൽ 3ാമത്തെ മാസത്തിൽ തന്നെ പോസിറ്റീവ് റിസൾട്ടിലേക്ക് എത്തിക്കാനും പറ്റി. അത് ഒരു വല്ലാത്ത മൊമെന്റ് ആയിരുന്നു. ഈ മരുന്നിന് സാധിക്കാത്തത് പോലും ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഉണ്ടല്ലേ? അതെ. അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്യാൻ റെഡിയായി നിന്ന ഒരാളുടെ അടുത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളല്ല പലരും ഉണ്ട്, പക്ഷെ ഇത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളാണ്. ആ ആളുടെ കയ്യിൽ നമ്മുടെ ഒരു മെസ്സേജ് അവിടെ ചെന്നപ്പോൾ നിനക്ക് ഞാനുണ്ടാന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതും ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെന്റ് ആണ്. ഈ SR ഫിറ്റ് ലൈഫ് ഇനി എന്താണ്, ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഈ റൂമിൽ നിന്ന് നമുക്കൊന്ന് പുറത്തിറങ്ങി കുറച്ചുകൂടിയൊക്കെ ഒന്ന് വിപുലമാക്കണ്ടേ? ഞാൻ കുറച്ചുകൂടി വിശാലമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം എനിക്ക് ചുറ്റിലുള്ളൊരു കുറച്ചു പേരല്ല, കുറച്ചധികം പേരുണ്ട്. അവരെന്നെ ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യമാണ് എന്നെ അവർക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ നാട്ടിൽ തന്നെ ചെറിയൊരു സെന്റർ പോലെ ഓപ്പൺ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. അതിൻ്റെതായ വർക്കുകൾ ബാക്ക് എൻഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉടനടി നടക്കും. ഉറപ്പായിട്ടും രശ്മി, അപ്പൊ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് നന്ദി. ഒപ്പം എല്ലാവിധ ആശംസകളും. ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരുപാട് സ്ത്രീകൾ പറഞ്ഞോളൂ. എന്നൊരു കൂട്ടായ്മയാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. 2BGയുടെ അമരക്കാരി സന്ധ്യയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ ന്യൂസ് 18 ചാനലിനും ഒരുപാട് നന്ദി. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ആയിട്ടിരിക്കാം. ശരി, ഓക്കെ. താങ്ക് യു രശ്മി. എല്ലാവിധ ആശംസകൾ. താങ്ക് യു സോ മച്ച്. പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.